എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെമിനാരിൽ പോകുന്ന കുട്ടികൾ അവർ കാണട്ടെ അവരുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതൊരു കാണുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും രാവിലെ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി കരുണക്കൊന്ത ഇല്ലെന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ സെമിനാരിൽ പോയതിന് ശേഷം അന്ന് മുതൽ ഇവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ വൈകിട്ടത്തെ കുരിശുവരയുടെ സമയം മുഴുവൻ അവർ മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിച്ചിട്ടാണ് എല്ലാ രഹസ്യങ്ങളും ചെല്ലുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു ശൈലിയായി. പിന്നെ അത് ഞാൻ സെമിനാരിൽ പോയതിന് ശേഷമാണ് അത് ഞാൻ കാണുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടുന്ന് ഈ കുടുംബത്തിലുള്ള എല്ലാവരും പള്ളിയിൽ പോകാൻ തുടങ്ങും. ഞാൻ സെമിനാരിൽ പോയതിൻ്റെ അന്ന് തൊട്ടാണ്. അത് ഞാൻ കാണുന്നുണ്ട്. പ്രാർത്ഥന തീർച്ചയായിട്ടും ഒരു വൈദികനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഫ്യൂവൽ പോലെയാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അത് തന്നെ നമുക്കൊരു വലിയ ബലമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന നമ്മളിലൂടെ പല കാര്യങ്ങളും നടത്തുന്നത് പ്രാർത്ഥന. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മ ഇതേപോലെ ചെയ്യുന്നത്. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അനിയൻ എനിക്ക് വേണ്ടി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ചെറിയ അനിയൻ എനിക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. മാത്രമല്ല അതൊരു വലിയ സ്പിരിച്വൽ ഗ്രേസ് തരുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ മാതാപിതാക്കൾ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ. ഈ വൈദികനാവും ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഇപ്പോൾ അച്ഛൻ തന്നെ നേരത്തെ ഒരു നമ്മൾ സെമിനാരി കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പലപ്പോഴും സെമിനാരിൽ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഇയേഴ്സ് ഒരുപാട് പേരുണ്ടാവും. അത് എനിക്ക് തോന്നുന്നു എല്ലാ രൂപതകളും അങ്ങനെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് സെമിനാരി ആയിക്കോട്ടെ കോൺവെൻ്റ് ആയിക്കോട്ടെ, അതിൽ നിന്ന് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് കുറഞ്ഞു വരുന്നത്. ഒരു പക്ഷേ ആദ്യം വരുന്ന 50 പേർക്കോ അല്ലെങ്കിൽ ഒരു 20-30 പേർക്ക് സമയത്ത് അവരുടെ ഉള്ളിൽ ഒരേ ആഗ്രഹമായിരിക്കും. അച്ഛനൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു 23 പേര് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു ആഗ്രഹമായിരുന്നുണ്ടാവും, വൈദികനാവണം എന്നായിരുന്നു അല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. ഒരു പക്ഷേ അവിടെ എല്ലാം പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ തന്നെയാണ്. സപ്പോർട്ടാണ്. അതാണ് നമ്മളൊരു വൈദികനിലേക്ക് എത്തിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹത്തെക്കാൾ കൂടുതൽ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു അച്ഛനാവാൻ പറ്റുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കണം, നമ്മുടെ കുടുംബാംഗങ്ങൾ അതേപോലെ ആഗ്രഹിക്കണം, ഒരു നാട് മുഴുവൻ അതിനുവേണ്ടി ആഗ്രഹിക്കണം. പ്രാർത്ഥന ഞാൻ സെമിനാരിലായിരിക്കുമ്പോൾ മാത്രമല്ല ഇന്നും അതേപോലെ തന്നെ എൻ്റെ ഈ വൈദിക ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നത് എൻ്റെ അനിയൻ ഇപ്പോൾ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ബാംഗ്ലൂരാണുള്ളത്. പക്ഷേ കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പം അവനവിടെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇടവയിലായിരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് പറ്റാറില്ല. അല്ലെങ്കിൽ ഞാനും അവരുടെ കൂടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൂടാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് എല്ലാ ദിവസവും. ഇപ്പം അനിയൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ കൃത്യമായിട്ട് 8:45 മാറ്റി വയ്ക്കും. അങ്ങനെ അത് അവൻ്റെ സമയമാണ്, അവനവിടെ എത്തിയിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് പറ്റൂലോ. ഇതൊന്നും പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഡിസ്കംഫോർട്ട് പോലെയൊക്കെ തോന്നി. പക്ഷേ എല്ലാം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ ഈ സമയത്ത് അവൻ പ്രാർത്ഥിക്കുന്ന സമയമാണ് അവൻ്റെ കൂട്ടുകാർക്ക് അറിയാം. അവൻ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കില്ല. 8:45 ആൾ വീഡിയോ കോളിൽ വരും, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അല്ലേ? അതെ. അവൻ്റെ ആ ഒരു റൂം ഫ്രീ ആയിട്ടുണ്ടാവും. അവൻ്റെ കൂട്ടുകാരെല്ലാം മറ്റു റൂമിലേക്ക് മാറും. അവനവിടെ വന്നിരുന്ന് അവരുടെ കൂടെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുന്നു, എല്ലാവരും വർത്തമാനമൊക്കെ പറയുന്നു, എല്ലാവരും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ബാക്കപ്പ് എന്നും ഇപ്പോഴും അന്നും സെമിനാരിൽ എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഈ അച്ഛനത് പറയുമ്പോൾ അച്ഛൻ ഈ പറഞ്ഞൊരു കാര്യം, ഇന്ന് നമ്മുടെ പല കുട്ടികളും ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിയുമ്പോൾ +2 കഴിഞ്ഞാൽ വിദേശത്തേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതോടുകൂടി എനിക്കൊന്ന് കുടുംബമായിട്ടുള്ള ഒരു ബന്ധം കുറയുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കും. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരിക്കലും പോലും അത് കഴിഞ്ഞിട്ടൊക്കെ വിളിച്ച് ഒരു 10 മിനിറ്റ് സുഖമാണോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുമായിരിക്കും. പക്ഷേ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വീഡിയോ കോളിലൂടെ പങ്കെടുക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് സംശയമാണ് പലപ്പോഴും. ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നു, അതുകൊണ്ട് തന്നെ. പക്ഷേ ഉണ്ടാവാം ഒരിക്കലും. പക്ഷേ ഇത് വലിയൊരു മാതൃകയാണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കായാലും അവരുടെ കുടുംബങ്ങൾ മാതൃകയാണ്. ഒരു സമയം കുടുംബത്തെ മാറ്റിവെക്കുന്നു. കുടുംബത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന മക്കളായാൽ പോലും കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഒരു ഒരു വിശുദ്ധിയും അതിൻ്റെ ഒരു ചൈതന്യവും അത് ഒട്ടും നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വളരെ വലിയതും കൂടിയാണ്. ഒരു പക്ഷേ അച്ഛൻ്റെ ആ ഒരു വൊക്കേഷനിൽ ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? ഏതെങ്കിലുമൊക്കെ രീതിയിൽ തീർച്ചയായിട്ടും എൻ്റെ വൊക്കേഷനിൽ ഇതുണ്ട്. അല്ലാതെ പെട്ടെന്ന് എനിക്കങ്ങനെ ഒരു ദൈവവിളി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.